വാഷിങ്ടൺ DC നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങാം കേട്ടോ. ഭയങ്കര കാണുന്നില്ലേ ഐസ് ഫാൾ. ഇന്ന് ഏറ്റവും കൂടുതൽ ഐസ് ഫാൾ ഉള്ള ദിവസമാണ്. മഴ പെയ്യുന്ന മാതിരി പെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഇന്ന് ഇവിടുന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് പോകുന്നത് ലാസ് വേഗാസിലേക്കാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഐസ് ഫാൾ കണ്ടില്ല, നന്നായിട്ട് ഐസ് ഫാൾ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴേക്കൂടി ഒരു വണ്ടിയായിട്ട് ഒരാൾ പോകുന്ന കാണാം. ആ വണ്ടീൻ്റെ ആ തുപ്പാണ് കേട്ടോ, ആ കളറ് പച്ച കളർ കാണുന്നത്. അപ്പോൾ അത് ആൾ നടക്കുന്ന വഴിയാണ്. അപ്പോൾ നടക്കുന്ന വഴിയിലുള്ള ഉപ്പൊക്കെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയതാണ്. പുറത്തത്തെ സീനാണ് നമ്മൾ കാണുന്നത്. ഫുള്ള് ഫോഗാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടുന്ന് ശരിക്കും ഒരു മൈൽ നടക്കാനുള്ളതിന് നമ്മളിപ്പോൾ ഒരു ഉബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. $5 അതിന് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഓട്ടോ എക്സ്പോ ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, 12 മണിക്കാണ്. ഇപ്പോൾ മണി 15. അപ്പോൾ ഓട്ടോ എക്സ്പോയിലൊന്ന് കയറും നമ്മൾ. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകണം. ലാസ് വേഗാസിലേക്കാണ് നമ്മളെ യാത്ര. ഇപ്പോൾ റൈറ്റ് ടൈമിൽ തന്നെ നമ്മളെ ഉബർ കിട്ടിയിട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഉബർ വരും ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തുള്ള ഓട്ടോ എക്സ്പോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൺവെൻഷൻ സെൻറ്റർ ഇവിടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഈ മഞ്ഞ് കൂടി നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രയും മഞ്ഞുകളാണ്. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പെരും മഴ പെയ്യുന്ന പോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈപ്പർ ഇട്ടിട്ടേ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. സിറ്റിയൊന്നും നമുക്ക് ഈ റോട്ടിൻ്റെ മുകളിലൊന്നും കാണില്ല, ക്ലിയറായിട്ട് കാണില്ല ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി. അത്രയും ഫോഗുള്ളൊരു ദിവസം കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഓട്ടോ എക്സ്പോ നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലെത്തി. ഇപ്പം നല്ല മഞ്ഞ് പുറത്ത് വീഴുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടേ ഉള്ളൂ. 12 മണിക്കാണ് എക്സ്പോ തുടങ്ങുന്നത്. അപ്പോൾ എക്സ്പോൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു ചാർജ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഇന്ത്യൻ മണി 3000 രൂപ വരും അതിൻ്റെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞാനും ബിബിനും അതിന് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ നോക്കട്ടെ. ഈ പുറത്തെ മഞ്ഞ് വീഴ്ച കണ്ടിട്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ മോട്ടോർ ഷോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളോട്ടുള്ള കയറുമ്പോൾ നമുക്ക് കയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സീൽ ചെയ്ത് തരും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എക്സാം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് തരും. അപ്പോൾ കയറി ചെല്ലുന്നോറും നമ്മൾ കാണുന്നൊരു ഭാഗമാണ് കേട്ടോ ഇത്. കണ്ടമാനം കൺജസ്റ്റഡ് ആയിട്ടൊന്നും വണ്ടികളില്ല, വിശാലമായ സ്ഥലം, ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചുറ്റിയിരുന്ന് കാണാം. എല്ലാം അതിൻ്റെ ഒരു പരിധി വരെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ടൊയോട്ടേൻ്റെ വണ്ടികളാണ് കേട്ടോ. ഒത്തിരി മോഡലുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയതും ഇറങ്ങാൻ പോകുന്നതും ഇറങ്ങിയതിൽ തന്നെ അപ്ഡേഷൻ വന്നതായിട്ടുള്ള കുറേ വണ്ടികളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നതിലൊന്നുമല്ല കേട്ടോ, കാറിലൊന്നുമല്ല. ഇതേമാതിരിയുള്ള ട്രക്കുകളിലാണ് ഇവർ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തത്. എല്ലാ ബ്രാൻഡിൻ്റെയും ഈ ട്രക്കുകളാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ നായ്ക്കുറുക്കൻ എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള അതേ സംവിധാനം. കാരണം 4 ആൾക്ക് ഇത് സുഖകരമായിട്ട് യാത്ര ചെയ്യാം, അവരുടെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. DJ വാനാണ് കേട്ടോ ഇത്. ഇതിലിതാ വലിയൊരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൗണ്ട് സിസ്റ്റങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അടിപൊളി മ്യൂസിക് സിസ്റ്റമായിട്ട് ഇൻസൈഡിലും ഇതേമാതിരി ഒരു TV നമുക്ക് കാണാം. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാം കേട്ടോ. തഹോയ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇത് ഷെവർലേൻ്റെ സൂപ്പർ ലക്ഷറി കാറാണ് കേട്ടോ ഇത്. നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല അടിപൊളി ഒരു വെഹിക്കിൾ. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആണെങ്കിൽ പറയണ്ട, അത്രയും ലക്ഷറി സ്പേസിങ്ങുള്ള. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയില്ല കേട്ടോ. സൂപ്പർ വണ്ടി. 2024 അമേരിക്കയിൽ ലോഞ്ച് ആവുന്ന ഷെവർലേൻ്റെ ഒരു സൂപ്പർ ലക്ഷറി കാർ കൂടി ഇതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഷെവർലേ തന്നെ ഒരു ക്ലോസ്ഡ് ട്രക്ക് ഇതവിടെ, നല്ല വിസ്താരമുള്ളൊരു ട്രക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ടൊയോട്ടേൻ്റെ അതുമാതിരിയുള്ളൊരു ട്രക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രക്ക് ഞാൻ പറഞ്ഞില്ലേ, ട്രക്കുകളിലാണ് ഇവർ ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എല്ലാ ബ്രാൻഡുകളും തന്നെ. മോട്ടോർ ഷോ കുറച്ചുകൂടി ആനന്ദകരമാക്കാൻ ഇത്തരം ചില ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ഗെയിം മാതിരി ഉള്ളതാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ബിബിൻ അതിൽ കയറി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നിസാൻ്റെ കാറിൽ നമുക്കൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യട്ടോ. നമ്മളിപ്പോൾ ആ ക്യൂവിലാണുള്ളത്, നമ്മൾ മുന്നിൽ 1-2 പേരുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇത് 1-2 റൗണ്ട് ഇതിൽ കറക്കി കൊണ്ടു തരും. നമ്മൾ ട്രയൽ വണ്ടിയിൽ ഒന്ന് കയറിയിട്ടോ. നിസാൻ ആര്യ, യെസ്, നിസാൻ ആര്യ എന്നാണ് നമ്മളിപ്പോൾ ട്രയൽ നോക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഓടിച്ച് ട്രയൽ ഓടിക്കാനൊന്നും തരില്ല, അവർ ഓടിച്ച് നമുക്കതിൽ കംഫർട്ടാവും. നല്ല കംഫർട്ടബിൾ യാത്ര കേട്ടോ. പക്ഷേ ഈ മാർബിൾ ഇത് തറയിൽ കൂടി ഏത് വണ്ടി ഓടിയാലും ചിലപ്പോൾ ഈ ഒരു ഫീൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ സുഖമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ ഇറങ്ങി കേട്ടോ. പക്ഷേ ഇതിലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു ടീഷർട്ട് ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് കിട്ടും. പോയി നോക്കട്ടെ. ഇതാണ് കേട്ടോ നിസാൻ ആര്യ വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കണ്ട, നല്ല സൂപ്പർ വണ്ടിയാണ്, നല്ല കംഫർട്ടാണ് യാത്രയൊക്കെ. ഈ മോട്ടോർ ഷോയിൽ ഇതുവരെ കണ്ടതിൽ ഒരുപടി മുന്നിട്ട് നിൽക്കുന്നത് നിസാൻ്റെതാണ് കേട്ടോ. ഒത്തിരി ബ്രാൻഡുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് വന്നിട്ടുണ്ട്. കിക്സ് ഉണ്ട്, അൾട്ടിമ ഉണ്ട്, ആര്യ ഉണ്ട്, റോഗ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന അടിപൊളി ഒരു ലക്ഷറി വണ്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഈ ലോക്കൽ നമ്മളിപ്പോൾ ഓടിച്ച് കാണിച്ചില്ലേ, അതുമൊക്കെ നിസാൻ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അവരിതാണ് ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ കാണുന്നത്. നിസാൻ്റെ ഒരു ആഡംബര കാറിൽ കയറിയിട്ട് അതിൻ്റെ സൗകര്യങ്ങൾ പരിശോധിക്കുന്ന വിപിന നമുക്ക് കാണാം. നല്ല ഇൻറ്റീരിയറും നല്ല അടിപൊളി സെറ്റപ്പുള്ള വണ്ടികളാണ് കേട്ടോ എല്ലാം തന്നെ. ഇപ്പോൾ നിസാൻ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. നിസാനിൽ ഇനി പോകാനുള്ളത് നമുക്ക് കിയ ആണ്. കിയ കഴിഞ്ഞിട്ട് ഫോർഡിൻ്റെ തന്നെ കുറേ ഭാഗം ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇനി എൻഡിലേക്ക് കുറേ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലോർ മുകളിലേക്കും ഉണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്കിനി കുറച്ച് സമയമുണ്ട്. നമുക്ക് 3 മണിയാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഫ്ലൈറ്റ് 6 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ എത്തണമല്ലോ എയർപോർട്ടിൽ. അപ്പോൾ അതിന് കണക്കായിട്ട് ഇവിടെ നമ്മൾ 3 മണിക്ക് ഇറങ്ങും. ഇവിടുന്ന് ഒരു മെട്രോ ഉണ്ട്, മെട്രോയിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകും. കിയാൻ്റെ കാർണിവലാണ് കേട്ടോ ഇത്. യെസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെൽറ്റോസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയ കാറുകൾ തന്നെ. സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ കറങ്ങിയിട്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. ഇപ്പോൾ താഴേക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മുകളിൽ നമുക്ക് ഹുണ്ടായി ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ഒത്തിരി ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹുണ്ടായിൻ്റെ ഒരുപാട് മോഡലുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണാത്തിരിക്കുന്നത് ഒത്തിരി സാധനങ്ങൾ, കിക്സ് ഉണ്ട്, അൾട്ടിമ ഉണ്ട്, ആര്യ ഉണ്ട്, റോഗ്യോ ഉണ്ട്. ഇതെല്ലാം മറ്റേ നിസാൻ്റെ ആണ്. ബെൻസ് ഉണ്ട്, പിന്നെ ഹുണ്ടായിൻ്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോണ്ട ഉണ്ട്, ഷെവർലെ ഉണ്ട്, കിയ ഉണ്ട്, പിന്നെ ഫോർഡിൻ്റെതുണ്ട്, ടൊയോട്ട ഉണ്ട്, ഫെറാറി ഉണ്ട്, ലെക്സസ് ഉണ്ട്. പിന്നെ അറിയാത്ത ഒത്തിരി കമ്പനികളുടെ, ചൈനീസ് കമ്പനികളുടെ ഒക്കെ അതുണ്ട്. പക്ഷെ കാണാതിരിക്കുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിയൊന്നും ഇവിടെ കണ്ടില്ല. പിന്നെ ഒത്തിരി ഈ എല്ലാ ബ്രാൻഡുകളുടെയും EV വെഹിക്കിളും ഇവിടെ ഡിസ്പ്ലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഹ്യുണ്ടായിൻ്റെ ഒരു ടെസ്റ്റ്
ടെസ്റ്റ് ഡ്രൈവ് സ്ഥലം ഇത് അവിടെ കാണുന്നുണ്ട്. ഒരു അടിപൊളി ലക്ഷറി വണ്ടി തന്നെയാണ് അവിടെ ഈ ട്രയൽ റണ്ണ് നടത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ നിസാനിൽ കയറിയില്ല, അതേമാതിരി നമുക്ക് ഇതിൽ കയറിയിട്ടും ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. പക്ഷെ നമുക്ക് അതിനായിട്ടുള്ള സമയമില്ല. ഇത്രയും ഒത്തിരി വണ്ടികളൊക്കെ ഇനിയും കാണാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിനി 3 മണിയാകുമ്പോൾ ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആകുകയും വേണം. കരയിലോടുന്ന വാഹനങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ കുറേ ബോട്ടുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൗകര്യങ്ങളുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ബോട്ടുകൾ പല ടൈപ്പ് ഉണ്ട്. അതെല്ലാം ഇവിടെ വളരെ വിശദമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേ ഗ്രൗണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലോങ് ആയിട്ട് കാണാം നമുക്ക് ഈ വെഹിക്കിൾ അക്സസറീസ് വിൽക്കുന്ന ഏരിയയും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി അധികം നേരം വെക്കുന്നില്ല, നമുക്കതിന് പോകേണ്ടത് ഇവിടെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. മെട്രോ സ്റ്റേഷൻ എയർപോർട്ടായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് നമുക്ക് മെട്രോ സ്റ്റേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ ഈ ഒരു ലാസ്റ്റ് വ്യൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. അമേരിക്കയിലെ ഏറ്റവും വലിയ മോട്ടോർ ഷോ ആണ് ഇവിടെ വാഷിങ്ടൺ DC നടക്കുന്നത് കേട്ടോ. അത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാകുമായിരുന്നു. കണ്ടതൊന്നും മൊത്തമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഏതായാലും പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏതായാലും മെട്രോ സ്റ്റേഷൻ അടുത്താണെങ്കിൽ കൂടി ഈ തണുപ്പ് കൂടി നടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടാക്സി ഏർപ്പാടാക്കി. ഉബറിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല വ്യൂകൾ ഒക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മളെ കാർ ഇപ്പോൾ ഇതാ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബിൽഡിങ്ങുകൾ. ഇതൊരു പ്രാവശ്യം കൂടി കാണാൻ നമുക്കതിന് ഭാഗ്യം ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇത് മൊത്തം ഒന്നുകൂടി പകർത്തി നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ എടുത്തു നോക്കാമല്ലോ. നല്ല മനോഹരമായ ബിൽഡിങ്ങുകൾ, വെളുത്ത ഇലയുള്ള ചെടികൾ, സുന്ദരമായ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് കെട്ടിടത്തിൻ്റെ അപ്പുറമാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. സ്റ്റേഷനിൽ കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതേമാതിരി തിരക്കാട്ടോ. എന്തോ മതപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു പറ്റ ആളുകളുണ്ട് ഇതാ. അവരുടെ കയ്യിൽ എന്തോ ദണ്ഡമാരിക്കുള്ള സാധനങ്ങൾ, ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകൾ, ഇതെല്ലാം ആയിട്ട് ഫുള്ളാണ് ഈ സ്റ്റേഷൻ. ഇത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ട്രെയിനാണ് ഇതൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് നമ്പറുകളുണ്ട്, സീറ്റ് നമ്പറുണ്ട്. അത് നോക്കി കയറിയാൽ മതി. ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഇൻസൈഡ് തോന്നിപ്പിക്കുന്ന മനോഹരമായ ഇൻറ്റീരിയർ ചെയ്ത ട്രെയിനാണ്. ഇപ്പോൾ നമ്മൾ യൂണിയൻ സ്റ്റേഷനിൽ നമ്മൾ എയർപോർട്ടിലേക്ക് 45 മിനിറ്റ് യാത്ര ഉണ്ട്. ട്രെയിനിൻ്റെ അകത്താണ്. ട്രെയിനിൻ്റെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മളുള്ളത് BWI എയർപോർട്ടിലാണ് കേട്ടോ. വലിയ എയർപോർട്ട് തന്നെയാണ്. ഒത്തിരി തിരക്കുകളുണ്ട്. എന്നാലും വലിയ എയർപോർട്ടിനനുസരിച്ചുള്ള തിരക്ക് കാണുന്നില്ല. നമുക്ക് ഇവിടെ നിന്നാണ് ഒർലാൻഡോയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഒർലാൻഡോയിൽ നിന്ന് മാറിയിട്ട് ലാസ് വേഗാസിലേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ ഫ്ലൈറ്റ് ഇപ്പോൾ അരമണിക്കൂർ ലേറ്റ്. ശരിക്കും നമുക്ക് 1 ഹവറാണ് ഒർലാൻഡോയിൽ ടൈമുള്ളത്, ചേഞ്ചിങ്ങിന് ടൈമുള്ളത്. അപ്പോൾ ഈ അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ അരമണിക്കൂറേ ഉള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കല്ലോ. ഇതേമാതിരി ഇനിയിപ്പോൾ എന്തായാലും ഒരു ഫ്ലൈറ്റ് മാറി കയറുമ്പോൾ നമ്മൾ 2 മണിക്കൂർ നേരെ കൂടുതലെങ്കിലും സമയം കണ്ടിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ കിട്ടും. നമ്മളെല്ലാം പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തിലും ബാധിക്കും അത്. D12 ആണ് കേട്ടോ നമ്മളെ ഗേറ്റ്. നമ്മളിപ്പോൾ D4ൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ 12ലേക്ക് പോകുന്ന വഴിയിൽ ഇതേമാതിരി കുറേ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വലിയ തന്നെ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ D12ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെറിയൊരു കാത്തിരിപ്പേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. നമ്മളെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഒർലാൻഡോയിലേക്ക് പോകുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് കേട്ടോ. ലഗേജിനൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ലഗേജിൻ്റെതൊക്കെ അഡീഷണൽ ഒന്നുമില്ല, ഒരു ഹാൻഡ് ബാഗ് മാത്രം കൊണ്ടുപോകും. അത് തന്നെ അവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ കൊള്ളുന്ന സൈസുള്ളൊരു ഹാൻഡ് ബാഗേജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാധാരണ 7 കിലോ ബാഗിൻ്റെ സൈസൊന്നും പറയുന്നില്ലല്ലോ. 7 കിലോ വരെ കൊണ്ടുപോകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ അതൊന്നുമല്ല. ഒരു സുഖമില്ലാത്തൊരു ഫ്ലൈറ്റാണ് സ്പിരിറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സ്പിരിറ്റൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. സേഫ്റ്റിയും ഇൻഫർമേഷനൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഒരു ടേബിളിലേക്ക് ചെറിയൊരു പീസ് കഷ്ടം വെച്ചിട്ട് അത് കിട്ടും. നല്ല ജാക്കറ്റ് അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. വാഷിങ്ടണിൽ നമ്മളെ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങി കിട്ടും.
താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് വാഷിങ്ടൺ ടൗണിൻ്റെ ഒക്കെ കാണുന്നത്. 2.25 മണിക്കൂർ ഫ്ലൈ ചെയ്ത് നമ്മൾ 9:30 ആയപ്പോൾ ഒർലാൻഡോയിലെത്തിയിട്ടു. ഒർലാൻഡോൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഇത്. ഒർലാൻഡോന്ന് നമ്മൾ ആ എയർപോർട്ടൊന്നും ഞാൻ കാണിച്ചില്ല. അവിടുന്ന് നേരെ ലാസ് വേഗാസിലേക്കാണ് പോയത്. 10:30 നമ്മളിപ്പോൾ ലാസ് വേഗാസിലെത്തിയത്. നമ്മളെ കയ്യിൽ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ, ലഗേജിനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ലാസ് വേഗാസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സിറ്റിയാണ് കേട്ടോ. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ കാണാം, എയർപോർട്ടിലാണ് ഇത്. ഇവിടെ കാണാൻ കുറേ ചൂതാട്ടങ്ങളെ സ്ലോട്ടുകൾ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ലാസ് വേഗാസ് എയർപോർട്ടിലായിട്ടുള്ളത്. ലാസ് വേഗാസ് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം, ഒരു കാസിനോൻ്റെ പേര് കേട്ട സ്ഥലമാണ് കാസിനോസ്. ഇപ്പോഴത്തെ എയർപോർട്ടിൽ തന്നെ അതിൻ്റെ തെളിവുകളും ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ട കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയത്. നടന്ന് പോകുന്ന വഴിയിൽ മൊത്തമായിട്ട് പല ടൈപ്പ് സ്ലോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ എയർപോർട്ടിൽ ഇത് സുഖമാണ്, കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പം ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം സമയം പോകാൻ കുറച്ച് നേരം കളിച്ചിരിക്കാനൊക്കെ പറ്റും. ഒരുപടി ഏരിയയിൽ എയർപോർട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ മൊത്തം തന്നെ ഇതാണ്. ഇത് കാണിക്കുന്നത് മൊത്തം എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കളികളാണ് കേട്ടോ. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടൊക്കെ കളിക്കാൻ പറ്റിയ വിവിധ തരം സ്ലോട്ടുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഒരുപാട് ആളൊന്നും കളിക്കുന്ന അല്ലെങ്കിൽ ആരും കളിക്കുന്ന അതൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം എല്ലാം ഫ്ലൈറ്റിൽ തിരക്ക് പിടിച്ച് പോകുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ടാക്സി പിടിക്കണം, നമ്മളെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ടാക്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കാർ ഇവിടെയാണ് പിക്കപ്പ് ഉള്ളത്. ആ പിക്കപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ കാണാം എയർപോർട്ടിൻ്റെ പാർക്കിംഗ് പ്ലാസയാണ് കാണുന്നത് കേട്ടോ. ഒത്തിരി വണ്ടികൾ അവിടെ നിർത്തിയിട്ട് കാണാം. വളരെ വൃത്തിയുള്ളൊരു സ്ഥലം. അപ്പോൾ അതിൻ്റെ താഴെ കൂടിയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ കാർ എത്തിയിട്ടോ. ഉബറിനൊന്നും ഇവിടെ ഒരു താമസവും ഇല്ല. നമ്മൾ ബുക്ക് ചെയ്ത് എയർപോർട്ടിലൊക്കെ ആകുമ്പം വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കാറ് കിട്ടും. അപ്പോൾ നമ്മൾ പ്ലോട്ടിൽ എത്തിയതിന് ശേഷമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കാറ് തിരിച്ചു പോകും. അപ്പോൾ ഇനി നേരെ ഹോട്ടലിലേക്ക്. വാഷിങ്ടൺ DC-യും ഇതും ടോട്ടലി ഡിഫറെൻ്റ് ആയി കേട്ടോ. വാഷിങ്ടൺ DC മൊത്തം നമ്മൾ കണ്ടത് മഞ്ഞ് കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇവിടെ എത്തിയപ്പോൾ മഞ്ഞൊന്നും കാണാനില്ല, പക്ഷെ തണുപ്പാണ്. ഒരു 0-ൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ്. ജാക്കറ്റ് എന്തായാലും ഉപയോഗിക്കണം. അപ്പം നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഹോട്ടൽ പ്രൊമിസസിലേക്ക് നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. സഹാറ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആട്ടോ കാണുന്നത്. ഇത് ജ്വല്ലറിയുടെ ഷോറൂം ആയി തോന്നില്ല, അത് അത്രയും വൃത്തിയിലാണ് പാർക്കിംഗ് ഏരിയ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ ലോബിയിലേക്കാണ് നമ്മളെ കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല, വളരെ മനോഹരമായ ഹോട്ടൽ പ്രൊമിസസ്. ഇനി ലോബിയിലേക്ക് പോവാം നമുക്ക്. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ എൻട്രി ഉള്ളത്. സഹാറ ഹോട്ടൽ 1952 ഈ സഹാറ ഹോട്ടൽ നിലവിൽ വന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എക്സ്പാൻഷനൊക്കെ നടക്കുന്നുണ്ടാവും. 1616 റൂമുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ 50,662 സ്ക്വയർ ഫീറ്റ് ഗെയിമിംഗ് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പം നമ്മൾ കുറേ നേരം ഇറങ്ങിയിട്ട് തിരയുന്നു നമ്മളെ റിസപ്ഷൻ എവിടെയാണ്. കാരണം റിസപ്ഷനിൽ ഈ ഗെയിമിംഗ് ഏരിയ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് പോയിട്ട് അത് റെൻറ്റിലാണ് നമ്മളെ റിസപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാം. ഇനി ഹോട്ടലിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് റെസ്റ്റോറൻറ്റും ബാറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റിസപ്ഷൻ കേട്ടോ. കുറേ നടന്ന് ഇപ്പുറത്ത് എത്തിയതിന് ശേഷമാണ് നമ്മൾ റിസപ്ഷൻ കാണുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും വലിയ ആളുകളെ തിരക്കൊന്നുമില്ല. 1 മണി കഴിഞ്ഞ് ഇപ്പോൾ 1:15 മണിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് റൂം നമ്പർ 10906. നമുക്ക് അലോട്ട് ചെയ്ത 10th ഫ്ലോറിലുള്ള റൂമാണ്. കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ കാണുന്നത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ള നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ്. ആവശ്യത്തിനുള്ള ടവലുകളൊക്കെ അവിടെ വെച്ച് കാണാം നമുക്ക്. പിന്നെ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഷാമ്പു, സോപ്പ് ഒക്കെ നല്ല സൗകര്യങ്ങളൊക്കെ തന്നെ. ഇനി നമുക്ക് റൂമൊന്ന് കാണണ്ടേ. റൂമിൽ ഇതാ ഒരു വലിയൊരു മിററാണ് മുന്നിൽ തന്നെ കാണുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കി അവിടെ കാണാം നമുക്ക് ഇതൊരു വാർഡ്രോബാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന റൂമാണ്. ലോക്കർ അവിടെ കാണുന്നുണ്ട്. ആവശ്യത്തിനുള്ള ആങ്കറുകളൊക്കെ അവിടെ ഉണ്ട്. അയൺ ബോക്സ് അതാ അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മേശ കാണാം, TV ഉണ്ട്. പുറത്തേക്കൊരു വ്യൂ അവിടെ കാണുന്നുണ്ട്. 2 വലിയ ബെഡ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റൂമിൻ്റെ. അപ്പോൾ 2-3 ദിവസം നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താ പറയണ്ടത്, ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. 2 ചെറിയ ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തൽക്കാല ആശ്വാസത്തിന് അത് മതിയെന്ന് വെക്കാം. ഇന്നത്തെ ഒരു ദിവസം മൊത്തമായിട്ട് യാത്രകൾ തന്നെയായിരുന്നു കേട്ടോ.
കാലത്ത് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോട്ടോർ ഷോന് പോയി, അത് കഴിഞ്ഞ് 2 ഫ്ലൈറ്റ് മാറി കയറിയൊക്കെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കാര്യമായിട്ട് ഫുഡുകളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ലാസ് വേഗാസിൻ്റെ വീഡിയോകൾ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം.